ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. സ്പ്രിംഗ് ഒനിയൻ മെഴുക്ക് പുരട്ടി. ഉള്ളിത്തണ്ടില്ലേ, അപ്പോൾ അതും നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമുറി തേങ്ങ മതി, കുറച്ച് തേങ്ങ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും അനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിത് അടച്ച് വേവിക്കേണ്ട കാര്യമില്ല, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചൂടൊന്ന് കയറി കഴിയുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം. നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.